വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ടു ഫിസിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ, ഇത് നമുക്ക് വിട്ട് കളയാമെന്ന ആറ്റിറ്റ്യൂഡിലൂടെ ആരും ആ ആറ്റിറ്റ്യൂഡിലൂടെ ഇരിക്കേണ്ട. കാരണം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങൾ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നതോടെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാം, കൃത്യമായുള്ള പോയിന്റ്സുകൾ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് പ്രസൻറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കാം, ഏതൊക്കെ റീജിയനിൽ നിന്നാണ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഏതൊക്കെ റീജിയനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ കൊടുത്തുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ തന്നെയാണ്, പക്ഷേ പാറ്റേണിൽ കുറച്ച് വ്യത്യാസമുണ്ട്. മാക്സിമം മാർക്ക് 40 ആണ്, ടൈം 1.5 ഹവറാണ്. അപ്പോൾ 1.5 മണിക്കൂറിൽ നമ്മൾ 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 1 മാർക്ക്. അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. 1 മാർക്കാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഉറപ്പിച്ചോ, ഒന്നല്ലെങ്കിൽ അത് 1 വേർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള ഒരു പോയിന്റെങ്കിലും നമ്മൾ ആ ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്തിട്ട് എഴുതിയിരിക്കണം. ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ന്യൂക്ലിയർ റിയാക്ഷൻ ഹാപ്പൻസ് ഇൻ ആറ്റം ബോംബ്? ആറ്റം ബോംബിൽ ഉണ്ടാകുന്ന ന്യൂക്ലിയർ റിയാക്ഷൻ എന്താണ് എന്നാണ് ചോദിച്ചത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഉത്തരം എഴുതാം. എന്താണ് ഉത്തരം എഴുതുന്നത്? ന്യൂക്ലിയർ ഫിഷൻ ആണ് അല്ലേ, ന്യൂക്ലിയർ ഫിഷൻ. അപ്പം ന്യൂക്ലിയർ ഫിഷൻ എന്നുള്ള ടേം മാത്രം അവിടെ എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ്? പേഴ്സൺ യൂസസ് സ്പെക്ടാക്കിൾ ഓഫ് പവർ ഓഫ് ലെൻസ് -1.25 D. വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് ദിസ്? ഒരാൾ -1.25 ഡയോപ്റ്റർ ഉള്ള ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കണ്ണാട യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഏത് തരം കണ്ണാടയാണ് അതുള്ളത്? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ പവറാണ് തന്നിട്ടുള്ളത്. പവർ എന്ന് പറഞ്ഞത് മൈനസിലാണ് തന്നിട്ടുള്ളത് അല്ലേ. -1.25 ആണ്. മൈനസ് ആണ് പവറിൽ വരുന്നതെങ്കിൽ അത്തരം ലെൻസുകൾ എന്ന് പറഞ്ഞത് എന്ത് തരം ലെൻസുകളായിരിക്കും? കോൺകേവ് ലെൻസുകളായിരിക്കും. ഓക്കെ, അപ്പോൾ കോൺകേവ് ലെൻസ് എന്നാണ് അതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് മൂന്നാമത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ്? ഗീവ് 1 എക്സാമ്പിൾ ഫോർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷന് ഒരു എക്സാമ്പിൾ കൊടുക്കാനാണ്. അപ്പം നിങ്ങൾക്കത് കേരളത്തിലുള്ള എഴുതാം, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളത് എഴുതാം. അപ്പോൾ ഇതിലിപ്പോൾ കേരളത്തിലാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വളരെ കൃത്യമായിട്ട് വായിച്ചിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഈ ഉത്തരം എടുത്തെഴുതാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരിക്കണം. എനർജി മാനേജ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഗിവ് 1 എക്സാമ്പിൾ ഫോർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഒരു എക്സാമ്പിളാണ് ചോദിച്ചുള്ളൂ. അപ്പം നമുക്ക് മൂലമറ്റം, പള്ളിവാസൽ എന്നൊക്കെ എഴുതി വെക്കാം കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡ്രോ സ്പെക്കുലർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, കാരണം ചോദിച്ചിരിക്കുന്നത് സ്പെക്കുലർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിന് വരയ്ക്കാനാണ്. അപ്പോൾ മിക്ക കുട്ടികളും ആലോചിച്ചിരുന്നുണ്ടായിരിക്കും എന്താണ് ഈ സ്പെക്കുലർ റിഫ്ലക്ഷൻ എന്നുള്ളത്. നമ്മളുടെ റെഗുലർ റിഫ്ലക്ഷൻ തന്നെയാണ് സ്പെക്കുലർ റിഫ്ലക്ഷനാണ്. നമ്മുടെ റെഗുലർ റിഫ്ലക്ഷൻ തന്നെയാണ് സ്പെക്കുലർ റിഫ്ലക്ഷൻ അല്ലേ. അപ്പോൾ ഇതതിനെ നോർമൽ ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഇൻസിഡൻറ്റ് റേ വരും, പിന്നെ അത് സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകും. അതേപോലെ തന്നെ ഇവിടെ ഇൻസിഡൻറ്റ് റേ വരും, സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള റിഫ്ലക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെക്കുലർ അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോറി, ചെറുതായിട്ട് ഒരു പനി കോളൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഒരു സൗണ്ട് മാറി വരുന്നതും അതേപോലെ ചുമയൊക്കെ ഇടയ്ക്ക് കയറി വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ സ്പെക്കുലർ റിഫ്ലക്ഷൻ എന്താണെന്ന് വരയ്ക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് സ്പെക്കുലർ റിഫ്ലക്ഷൻ വരയ്ക്കാം. കൂടെ അതിൻ്റെ ഇൻസിഡൻറ്റ് ആംഗിളും അതേപോലെ റിഫ്ലക്റ്റഡ് ആംഗിളും ഒക്കെ അടയാളപ്പെടുത്താം. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 വേർഡിലാണ് വന്നിട്ടുള്ളത്. ബ്ലൂ സ്കൈ നീലാകാശം ഉണ്ടാകുന്നത് എന്ത് കാരണം കൊണ്ടാണ്? ഏത് പ്രതിഭാസം കൊണ്ടിട്ടാണ് എന്നാണ് ചോദ്യം.
അതേപോലെ ബ്ലൂ സീ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം ഒന്നേ ഉള്ളൂ, സ്കാറ്ററിങ്. ഓക്കെ, സ്കാറ്ററിങ് ആണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇങ്ങനെ വൺ മാർക്ക് ക്വസ്റ്റ്യൻസിന് 1 വേർഡ് ടൈപ്പിൽ തന്നെ ആൻസറുകൾ കൃത്യമായിട്ട് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പാറ്റേണാണ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്സ്. 2 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും ഉള്ളത്. അപ്പോൾ 2 മാർക്കാണെങ്കിൽ നമ്മൾ 2 സോളിഡ് ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള പോയിന്റ്സ് എഴുതണം, അല്ലെങ്കിൽ നമുക്ക് 4 പോയിന്റ്സുകൾ ഉൾപ്പെടുത്താം. അല്ല, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡ്രോബാക്ക് ഓഫ് പാർഷ്യൽ കമ്പഷൻ? പാർഷ്യൽ കമ്പഷൻ്റെ ഡ്രോബാക്കുകൾ എന്തൊക്കെയെന്നാണ് ചോദ്യം. അപ്പം നമുക്കറിയാം കമ്പഷൻ 2 തരത്തിലുണ്ട്, പാർഷ്യലുണ്ട്, കംപ്ലീറ്റ് ഉണ്ട്. പാർഷ്യൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കൂടുതലായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, പിന്നെ സൂത്ത് അല്ലെങ്കിൽ ആഷസ് വളരെ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് അതിന് ഡ്രോബാക്ക് ആയിട്ട് എഴുതേണ്ടത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻ ഫ്രം ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം? പെട്രോളിയത്തിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിലൂടെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്? ഒരുപാട് പ്രൊഡക്റ്റുകൾ കിട്ടും. നിങ്ങൾക്കറിയാവുന്ന നല്ല പ്രൊഡക്റ്റുകൾ എഴുതി വയ്ക്കുക. കോള്, കോൾട്ടാർ, പെട്രോൾ, ദെൻ പെട്രോളിയം ഗ്യാസസ് അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസസ്. ഓക്കെ, അപ്പോൾ അത് എഴുതുക. നാച്ചുറൽ ഗ്യാസസ് വേണമെങ്കിൽ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാം. CNG, LNG, LPG എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി അടുത്തത് സ്റ്റേറ്റ് ദ ലോസ് ഓഫ് റിഫ്രാക്ഷൻ. സ്റ്റേറ്റ് ദ ലോസ് ഓഫ് റിഫ്രാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റിഫ്രാക്ഷൻ്റെ ലോ ചോദിച്ചുകൊണ്ട് ആ ലോ അതേപോലെ സ്റ്റേറ്റ് ചെയ്യണം. 2 മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് അതിൽ എഴുതേണ്ടത്. 1ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ദ നോർമൽ ടു ദ പ്ലെയിൻ ഷുഡ് ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. 2ാമത്തേത് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഈ 2 പോയിന്റുകളാണ് നമ്മൾ മേജറായിട്ട് മെൻഷൻ ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഡിഫൈൻ പവർ ഓഫ് എ ലെൻസ്. ഒരു ലെൻസിൻ്റെ പവർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ്. P = 1/f. അതായത് പവർ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആൻഡ് ഫോക്കൽ ലെങ്ത് ഇൻസ് മീറ്റർ, യൂണിറ്റ് ഈസ് ഡയോപ്റ്റർ. അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടിരിക്കുന്നു. ഇനി 10ാമത്തെ ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് സോളാർ സെൽ? റൈറ്റ് ദ എനർജി കൺവേർഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ. എന്താണ് സോളാർ സെല്ല്? എന്ത് തരം എനർജി കൺവേർഷനാണ് അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോളാർ സെൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ എനർജി കൺവെൻഷൻ ഡിവൈസസ് ഇൻ വിച്ച് ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടിങ് ഇൻ ടു ദ ഇലക്ട്രിക്കൽ എനർജി. അതാണ് എനർജി കൺവേർഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതാം. ഓക്കെ, ഇപ്പോൾ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി ആണ് സോളാർ സെല്ല് എന്ന് പറയാം. പിന്നെ PN ജംഗ്ഷൻ ഡയോഡാണ് യൂസ് ചെയ്യണത് പറയാം. പിന്നെ എനർജി കൺവേർഷൻ ലൈറ്റിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വെൻ ഫാൻ റൊട്ടേറ്റ്സ് വി സീ ഇറ്റ് ആസ് എ സിംഗിൾ സർക്കിൾ. വൈ? വാട്ട് ദ റീസൺ ഫോർ ഇറ്റ്? ഒരു ഫാന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സിംഗിൾ സർക്കിളായിട്ട് അത് അനുഭവപ്പെടുന്നു എങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? എന്താണ് അതിൻ്റെ കാരണം? ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എഴുതാം ഉത്തരം പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് കറക്റ്റായിട്ട് എഴുതാം. കൂടെ തന്നെ എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് ഡിഫൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ അറിയാലോ മെയിനായിട്ട് 2 പോയിന്റുകൾ, കറക്റ്റായിട്ടുള്ള 2 പോയിന്റുകൾ എഴുതുക. പിന്നെ 2 പോയിന്റുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന 4 പോയിന്റെങ്കിലും എഴുതി വയ്ക്കുക. ഇനി അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും മാക്സിമം സ്കോർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 4 മാർക്ക് ക്വസ്റ്റ്യൻസ് പൊതുവെ ഓപ്ഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. 2 ക്വസ്റ്റ്യൻസ് അതേപടി തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് 2 എണ്ണം നിങ്ങൾ കമ്പൾസറി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലൈറ്റ് ഒബ്ലിക്വലി ട്രാവൽസ് ഫ്രം ഗ്ലാസ് ടു എയർ. ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് is 42 degree. What is mean by critical angle? Angle of incidence is 42 degree. Find its refracted angle.
In which phenomena we observe incident angle is 40? Explain the phenomenon. What happens to the ray of light when angle of incidence is 45 degree? Explain the phenomenon. 4 സബ് ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 4 എണ്ണത്തിലും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നുള്ളത് ലൈറ്റ് ട്രാവൽസ് ഫ്രം ഗ്ലാസ് ടു എയർ. ഇത് ഗ്ലാസ്, ഇത് എയർ. ഓക്കെ, ഇനി ലൈറ്റ് ഇത് ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇത് ഡെൻസർ മീഡിയം ആണ്. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് പോകുമെങ്കിൽ എന്ത് ചെയ്യും? ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ്സ് ബെൻഡ് അവേ അല്ലേ? ബെൻഡ് അവേ ഫ്രം ദി നോർമൽ ആണ് ഉണ്ടാവുക അല്ലേ? ബെൻഡ് അവേ ഫ്രം ദി നോർമൽ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ബെൻഡ് അവേ ഫ്രം ദി നോർമൽ നമ്മുടെ കൺസെപ്റ്റാണ്. അതിനെക്കുറിച്ചിട്ട് ക്വസ്റ്റ്യനിലൊന്നും ചോദിച്ചിട്ടില്ല. ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് 42 ഡിഗ്രിയാണ്. ഈ ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രിയാണ്. എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്? വാട്ട് ഈസ് മീൻ ബൈ ക്രിട്ടിക്കൽ ആംഗിൾ? അപ്പോൾ അത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ എ ഡെൻസർ മീഡിയം ഫോർ വിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ എയർ ഈസ് 90 ഡിഗ്രി അല്ലേ? അതിനാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഈ ഡെഫിനേഷൻ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ എഴുതി വയ്ക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 42 ഡിഗ്രി ആണെങ്കിൽ ഫൈൻഡ് ദ റിഫ്രാക്റ്റീവ് ആംഗിൾ. അതായത് ഇവിടെ ഏതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ഇതാണല്ല. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 42, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 42 ഡിഗ്രി, അതായത് ക്രിട്ടിക്കൽ ആംഗിൾ തന്നെ ആയിട്ടുണ്ടെങ്കിൽ റിഫ്രാക്ഷൻ എത്രയാണെന്ന് അറിയാം. റിഫ്രാക്ഷൻ പറഞ്ഞപ്പോൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ആൻസർ ഈസ് ഇറ്റ് ഈസ് 90 ഡിഗ്രി. Okay, this is 90 degree. Then third question, in which phenomena we observe incident angle is 40? Explain the phenomenon. ഏത് ഫിനോമിനലാണ് നമ്മൾ ഇൻസിഡൻറ്റ് ആംഗിൾ 40 ആയിട്ട് കാണുന്നത്? എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ. ഇൻസിഡൻറ്റ് ആംഗിൾ 40 എന്ന് പറഞ്ഞാൽ ഈ 42 ഡിഗ്രിനേക്കാളും കുറവായിരിക്കും അല്ലേ? 42 ഡിഗ്രിനേക്കാളും കുറവായിട്ടാണ് നമ്മുടെ ലൈറ്റ് റേ വരുന്നതെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? യെസ്, ഈ ലൈറ്റ് റേ ഇതേപോലെ റിഫ്രാക്റ്റ് ചെയ്ത് പോകും അല്ലേ? റിഫ്രാക്ഷനാണ് സംഭവിക്കുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഫ്രാക്ഷനാണ് കേട്ടോ, റിഫ്രാക്ഷനാണ്. അപ്പോൾ എന്താണ് റിഫ്രാക്ഷൻ എന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്യാം. ഇനി അതിൻ്റെ ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ റേ ഓഫ് ലൈറ്റ് വെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 45 ഡിഗ്രി? എക്സ്പ്ലെയിൻ ദ ഫിനോമിന. ഇപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രി ആണ് എന്ന് വിചാരിക്കാം. ഇതിന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രി. ഇപ്പോൾ 42 ഡിഗ്രിയാണ് നമ്മുടെ ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അത് ഇൻക്രീസ് ചെയ്യാമെന്ന് വിചാരിക്കാം. അത് ഇൻക്രീസ് ചെയ്യിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്യണ പകരം ഇത് എങ്ങനെ വരും അല്ലേ? മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ലേ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ് അവിടെ നടക്കുന്ന ഫിനോമിന. അതെന്താണ് ആ ഫിനോമിന എന്ന് എഴുതാം കേട്ടോ. ഇനി 13ാമത്തത് ഫോർമാ ക്വസ്റ്റ്യൻ ആണ്, പ്രോബ്ലം ആണ്. അപ്പോൾ പ്രോബ്ലം ചോദിച്ചിട്ടുള്ളത്, ഇമാജിൻ ദാറ്റ് സ്പെറിക്കൽ മിറർ ഗിവ്സ് ഇമേജ് മാഗ്നിഫൈഡ് 5 times at a distance 5 meter. If so, determine whether the mirror is concave or convex. How much will be the focal length of the mirror? നമുക്കൊരു സ്പെറിക്കൽ മിറർ തന്നിട്ടുണ്ട്, അതിൻ്റെ മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട്, അതേപോലെ അത് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട്, അതേപോലെ അത് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ആ മിറർ കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്നുള്ളതാണ്. കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്നുള്ളതാണ്. ഹൗ മച്ച് വിൽ ബി ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി മിറർ? ആ മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ യൂസ് ചെയ്യേണ്ടത് മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല ആയിട്ടുള്ള M is equal to -V/U. ഓക്കെ, -V/U
v/u എന്നുള്ള ഫോർമുല യൂസ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് യുടെ വാല്യൂ കണ്ടെത്തുക. യുടെ വാല്യൂ കണ്ടെത്തിയ ശേഷം നമ്മളുടെ മിറർ ഫോർമുല ആയിട്ടുള്ള 1/f ഈക്വൽ ടു 1/v പ്ലസ് 1/uയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഉത്തരം നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ എഴുതാവുന്നതാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 4th കാറ്റഗറി ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. 4th കാറ്റഗറി ക്വസ്റ്റ്യൻസ് ഇവിടെ 3 മാർക്സിൻ്റെയാണ്. 3 മാർക്കാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇത് എത്രത്തോളം നമുക്ക് ആൻസർ ചെയ്യാൻ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് നോക്കാം. 14th ക്വസ്റ്റ്യനിൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ 6 ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 3 മാർക്കാണ് കിട്ടുക. അതായത് 2 ക്വസ്റ്റ്യനാണ് 1 മാർക്ക് വരുന്നത്. അപ്പോൾ നോക്കാം. റൈറ്റ് ഫുൾ ഫോം ഓഫ് LPG. വാട്ട് ഈസ് ദ മെയിൻ കൺസിസ്റ്റുവൻറ്റ്? LPGയുടെ ഫുൾ ഫോം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മെയിൻ കൺസിസ്റ്റുവൻ്റ് ആണ് എഴുതാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് LPG. വാട്ട് ഈസ് മെയിൻ കൺസിസ്റ്റുവൻ്റ് ആണ്. ഫുൾ ഫോം ഓഫ് LPG അറിയാലോ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് LPGയുടെ ഫുൾ ഫോം. മെയിൻ കൺസിസ്റ്റുവൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് ബ്യൂട്ടേനും പ്രൊപ്പൈനും ആണ്. അപ്പോൾ അത് എഴുതി വയ്ക്കാം. ഇനി LB ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഈഥൈൽ മെർകാപ്റ്റൻ. വൈ ഈഥൈൽ മെർകാപ്റ്റൻ ഈസ് ആഡഡ് ടു ദ LPG. ഈഥൈൽ മെർകാപ്റ്റൻ ആഡ് ചെയ്യുന്നത് എന്തിനാണ്? ടു ഗെറ്റ് ദി സ്മെൽ അല്ലേ? ടു ഗെറ്റ് ദി സ്മെൽ. കാരണം LPG ഓർഡർലെസ് ആണ്. അപ്പോൾ അത് ലീക്കേജ് വരുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈഥൈൽ മെർകാപ്റ്റൻ ആഡ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ വിച്ച് എലമെൻറ്റ് ഈസ് മെയിൻ കമ്പോണൻറ്റ് ഓഫ് കോൾ. കോളിലെ മെയിൻ കമ്പോണൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് ഉത്തരം? കാർബൺ ആണ് അല്ലേ? കാർബൺ ആണ്. ഇനി D ക്വസ്റ്റ്യൻ നെയിം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോൾ. കോളിലെ പല ടൈപ്പുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് 2 എങ്കിലും എഴുതുക. ലിഗ്നൈറ്റ്, ആന്ത്രാസൈറ്റ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് ടൈപ്സുകൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഏതെങ്കിലും 2 കൃത്യമായിട്ടുള്ളത് എഴുതും. ഇനി നെയിം ദ പ്രോസസ് ബൈ വിച്ച് കമ്പോണൻസ് ഓഫ് കോൾസ് ആർ സെപ്പറേറ്റഡ്. കോൾസിലെ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. ദെൻ റൈറ്റ് ദ പ്രോഡക്ട്സ് ഒബ്റ്റെയിൻഡ് ബൈ ഡിസ്റ്റിലേഷൻ ഓഫ് കോൾ. അപ്പം മെയിൻ പ്രൊഡക്ട്സ് കിട്ടുന്നത് ഏതൊക്കെയാണ്? ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് കോക്ക്, കോൾട്ടാർ, കോൾ ഗ്യാസ്, അമോണിയ അല്ലേ? ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതുക. എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ 15ാമത്തെ ക്വസ്റ്റ്യൻ എ ബേണിംഗ് കാൻഡിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് ലെൻസ് ടു ഒബ്റ്റെയിൻ ഇമേജ് ഓൺ ദി സ്ക്രീൻ. Find out position of the object in each of the conditions given below. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ തൊട്ട് മുന്നിൽ ഒരു ബേണിംഗ് കാൻഡിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സ്ക്രീനിൽ ഇതിൻ്റെ ഇമേജും കിട്ടുന്നുണ്ട്. അപ്പം നമ്മളടുത്ത് ചോദിച്ചുള്ളത് ഫൈൻഡ് ഔട്ട് ദ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻസുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓരോ തന്നിട്ടുള്ള ഗിവൺ കണ്ടീഷനിൽ നിന്ന് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻസ് എവിടേക്കാണ് എന്നുള്ളതാണ് കണ്ടെത്തുന്നത്. ഒബ്ജക്റ്റിൻ്റെ പൊസിഷനാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ നോക്കാം. വി ഗെറ്റ് ദ സൈസ് ഓഫ് ഇമേജസ് ഈക്വൽ ടു ദി സൈസ് ഓഫ് ഒബ്ജക്റ്റ്. സൈസ് ഓഫ് ഇമേജ് ഈക്വൽ ടു ദി സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന കണ്ടീഷൻ എപ്പോഴാണ്? ഒബ്ജക്റ്റ് ഈസ് അറ്റ് 2f അല്ലേ? ഒബ്ജക്റ്റ് ഈസ് അറ്റ് 2fലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സൈസുകൾ സെയിം ആയിട്ട് കിട്ടുന്നത്. ഇനി 3ാമത്തെ കണ്ടീഷൻ സൈസ് ഓഫ് ഇമേജ് ഈസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. when size of image is smaller than that of the object എന്ന് പറഞ്ഞത് എവിടെ കിട്ടുന്നത്? when object is between f and 2f അല്ലേ? f and 2fൻ്റെ ഇടയിൽ വരുമ്പോഴാണ് നമുക്ക് സൈസ് ഓഫ് ഇമേജ് ഈസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടുന്നത്. പിന്നെ we get large real image on the object than that of the object. ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇമേജ് കിട്ടണം. വലിയ ഇമേജ് കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യണം? ബിയോണ്ട് 2fൽ പ്ലേസ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
നമുക്കൊന്നുകൂടി ശ്രദ്ധിക്കാം. സൈസ് ഓഫ് ഇമേജ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. സൈസ് ഓഫ് ഇമേജ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്നുള്ള കണ്ടീഷൻ കിട്ടുന്നത് എപ്പോഴാണ്? വെൻ ഒബ്ജക്റ്റ് ഈസ് ബിയോണ്ട് 2f ആണ് അല്ലേ. ഒബ്ജക്റ്റ് ബിയോണ്ട് 2f ആകുമ്പോഴാണ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നോക്കാം. വി ഗെറ്റ് ലാർജ് റിയൽ ഇമേജ് ദാൻ ദി ഒബ്ജക്റ്റ്. വി ഗെറ്റ് ലാർജ് ഇമേജ് ദാൻ ദി ഒബ്ജക്റ്റ്. അതെപ്പോഴാണ് കിട്ടുന്നത്? വെൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് 2f. എഫ് ആൻഡ് 2fൻ്റെ ഇടയിൽ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് അറിയാം. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ആ ഡയഗ്രാംസ് ഒക്കെ വരച്ച് പഠിച്ചിരിക്കണം. അപ്പോഴാണ് ഇതൊക്കെ കറക്റ്റായിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ ഒരു കുഞ്ഞു പ്രോബ്ലമാണ്. റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, കോംപ്ലിക്കേറ്റഡ് പറയില്ല എങ്കിലും കുറച്ച് ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻസിൻ്റെ ഇടയിൽ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം കിട്ടുന്ന സമയത്ത് അത് ഡിഫിക്കൽട്ടാണെന്ന് കരുതരുത്, അതും അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ F=R/2 കൊടുക്കുക, നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടും. Question. Object is standing at the center of curvature of a concave mirror. Locate position of image by drawing suitable diagram. സെൻറ്റർ ഓഫ് കർവേച്ചറിലാണ് ഓബ്ജക്റ്റ് ഇരിക്കുന്നത്. അതൊരു കോൺകേവ് മിററിലാണ്. അതിൻ്റെ റേ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള റേ ഡയഗ്രാമാണ്. സെൻറ്റർ ഓഫ് കർവേച്ചറിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റും കിട്ടുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചറിലാണെന്ന് അറിയാലോ. നല്ല ഭംഗിയുള്ള റേ ഡയഗ്രാംസ് നന്നായിട്ട് നീറ്റായിട്ട് വരയ്ക്കുക. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ എന്നുള്ള കറക്റ്റായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതേപടി എഴുതി വയ്ക്കുക. എഴുതി വയ്ക്കുന്ന സമയത്ത് ന്യൂട്രോൺസിൻ്റെയും അതേപോലെ ഒരു മാസീവായിട്ട ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്മോളർ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നതിനാണ് നമ്മൾ ഫിഷൻ എന്ന് പറയുന്ന കാര്യം. അതിലുണ്ടാകുന്ന എനർജി കൺവേർഷനും അതിലുണ്ടാകുന്ന എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന വിധവും കൃത്യമായിട്ട് എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് പരീക്ഷയിൽ കൂടുതൽ മാർക്ക് കിട്ടുക എന്നതല്ല, അതിനേക്കാൾ ഉപരി നമ്മൾ എത്രത്തോളം അറിവ് സമ്പാദിക്കുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ തെറ്റിപ്പോയത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് പഠിക്കുക. അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും ഇത്തരം ക്വസ്റ്റ്യൻസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ആ തെറ്റ് ആവർത്തിക്കേണ്ട തന്നെ അതിന് അറ്റൻഡ് ചെയ്തിട്ട് വിജയം കൈവരിക്കാം. Okay children, best of luck. Thank you.